മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ക്ലാസിക്കോ ത്രില്ലറെ കുറിച്ചാണ്. ഇപ്പോ അടുത്തിടെ നടന്ന എല്ലാ മാച്ചുകളും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മാച്ചുകളാണ് എന്ന് പറയേണ്ടി വരും. 4-3 ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ലലീഗ കിരീടത്തിന്റെ തൊട്ടരികെ എത്തിയിരിക്കുകയാണ്. 35 മത്സരങ്ങളിൽ നിന്നും 82 പോയിന്റുമായിട്ട് ബാഴ്സ ഒന്നാം സ്ഥാനത്താണ്. റയലുമായി 7 പോയിന്റിന്റെ ഗ്യാപ്പിലേക്ക് കാര്യങ്ങൾ എത്തി. ഇനി വരാൻ പോകുന്ന 3 മാച്ചിൽ ഏതെങ്കിലും ഒരു മാച്ച് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഴ്സക്ക് ഈ വർഷത്തെ ലലീഗ കിരീടം സ്വന്തമാക്കാം. 2 ടീമൊന്നും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. എംബാപ്പെ ഹാട്രിക് അടിച്ചെങ്കിലും റയലിനെ ഇന്ന് രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറയേണ്ടി വരും. കളി തുടങ്ങി ആദ്യത്തെ 3 മിനിറ്റുള്ളിൽ തന്നെ ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി റയലിന് കിട്ടി എന്ന് പറയേണ്ടി വരും. ഇവിടെ കുബാഷെ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പന്ത് പോസ്റ്റിലേക്ക് എംബാപ്പെ എടുത്തു വരികയാണ്. പക്ഷെ ഷെസ്നി ഇത് പിടിക്കാൻ നോക്കി, പുള്ളി ആ ഒരു ടാക്കിള് വളരെ മിസ് ടൈം ചെയ്തു. എംബാപ്പയെ പോസ്റ്റിൽ വെച്ച് ഫൗൾ ചെയ്യുന്നു. ഓൺഫീൽഡ് റെഫറി പെനാൽറ്റി കൊടുക്കുകയാണ്. അത് കൺവേർട്ട് ചെയ്യാൻ എംബാപ്പയ്ക്ക് സാധിച്ചു. ഇവിടെ ഷെസ്നിയുടെ കൈ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ടാണ് പോസ്റ്റിലേക്ക് ഈ ഷോട്ട് കയറിയത്. അങ്ങനെ 5 മിനിറ്റിനുള്ളിൽ തന്നെ 1-0 ലീഡിലേക്ക് റയൽ എത്തുകയാണ്. ആ ഒരു എഡ്ജ് ശരിക്കും പറഞ്ഞാൽ റയലിന് മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. പിന്നീട് അധികം വൈകാതെ എംബാപ്പെ തന്നെ ഈ ലീഡ് 2-0 കൊണ്ടുപോവുകയാണ്. 14-ാമത്തെ മിനിറ്റില് മറ്റൊരു കിടിലം അറ്റാക്ക് ഇവിടെ വിനീഷ്യസ് ജൂനിയറും എംബാപ്പയുടെ റണ്ണ് എടുത്തു പറയണം. 2 പേരുമായിട്ടുള്ള കോർഡിനേഷൻ, എംബാപ്പെ ഇത് ബ്രില്യൻ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. 15 മിനിറ്റിനുള്ളിൽ 2-0 ലീഡിലേക്ക് റയൽ എത്തുകയും ചെയ്തു. ഇവിടെ ബാഴ്സലോണ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 1-2 പ്ലേയേഴ്സിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. യമാൽ, പുള്ളി ഒരു വണ്ടർ കിഡ് ആണെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോട്ടുവായെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 പ്രാവശ്യം യമാൽ ടെസ്റ്റ് ചെയ്തു. 1 ഗോൾ സ്കോർ ചെയ്തു. 2-3 കിടിലം പന്തുകൾ റഫീനയ്ക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് യമാലിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇന്ന് അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത് ഫെറാൻ ടോറസിന്റെ പെർഫോമൻസ് ആണ്. പുള്ളി കൊടുത്തിട്ടുള്ള ത്രൂ പാസ് ആയാലും അസിസ്റ്റ് ആയാലും വളരെ കൃത്യമായിട്ട് ബോൾ റിലീസ് ചെയ്യുന്നതായാലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓവറോൾ പെർഫോമൻസ് ഫെറാൻ ടോറസിന്റെ സൈഡിൽ നിന്ന് വന്നു. റഫീനയുടെ സൈഡിൽ നിന്ന് ഹിറ്റ് ആൻഡ് മിസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. പുള്ളി ഇന്ന് സ്കോർ ചെയ്തു. 1 പ്രാവശ്യം ഓഫ്സൈഡ് ആയി. 1-2 ചാൻസുകൾ പുള്ളി മിസ് ചെയ്യുകയും ചെയ്തു. ഒരു ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഡിസേർവ് ചെയ്യുന്ന ഒരു വിക്ടറിയാണ് ബാഴ്സലോണ നേടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2 ടീമിനും ഈ ഡിഫൻസിനെ പറ്റി യാതൊരു ചിന്തയില്ലാന്ന് തോന്നുന്നു. കാരണം ഹൈലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ, എവിടെയാണ് ഹൈലൈൻ സെറ്റ് ചെയ്യുന്നത്? അതും വിനീഷ്യസ് ജൂനിയറും എംബാപ്പയുള്ള ടീമിനെതിരെയാണ് ഈ ഹാഫ് ലൈനിന്റെ തൊട്ട് മുമ്പിൽ ഹൈലൈൻ സെറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പന്ത് മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടറാണ്. പക്ഷെ ഫ്ലിക്കിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെ കളിക്കൂ, നമുക്ക് ഇങ്ങനെ കളിക്കാൻ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞതുപോലെ അതുപോലെ ഡിഫൻസ് മിസ്റ്റേക്ക് 2 സൈഡിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ബാഴ്സലോണ തിരിച്ചു വരുന്നത്. ഒരു സെറ്റ് പീസിൽ നിന്നാണ് ഇവിടെ എറിക് ഗാർസിയക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫ്ലിക്ക് പന്ത്. പുള്ളി ഹെഡ് ചെയ്യുന്നു. ഫ്രീ ഹെഡർ ആയിരുന്നു. അങ്ങനെ 2-1 ബാഴ്സലോണ കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. പിന്നെ നമ്മൾ കണ്ടത് യമാലിന്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ടാണ്. ഇവിടെ ഫെറാൻ ടോറസ് ആണ് പുള്ളിനെ സെറ്റ് ചെയ്യുന്നത്. ആ ഒരു കേർവ് ഷോട്ട് എന്ന് പറയുന്നത് പോസ്റ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് കേർവ് ചെയ്തിട്ട് ബോൾ അകത്തേക്ക് കയറി. അതായത് അളന്നു മുറിച്ച ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോട്ടിന് പറയേണ്ടി വരും. കോട്ടുവാക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2 ഗോളിന് പിറകിലുള്ള ബാഴ്സലോണ 2-2 കളിയിലേക്ക് തിരിച്ചു വരികയാണ്. 34-ാമത്തെ മിനിറ്റിൽ ഈ ഗോൾ വരുന്നു. എന്നാൽ വിത്തിൻ 2 മിനിറ്റ്സ് റഫീനയ്ക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. ഇതാണ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. അതായത് റയലിനെതിരെ ആയാലും ഏത് ടീമിനെതിരെ ആയാലും തിരിച്ചു വരാൻ പറ്റും എന്നുള്ള മെന്റാലിറ്റി ഈ ബാഴ്സലോണ ടീമിലേക്ക് ഇൻബിൽറ്റ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ റഫീനയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് വന്നു. 3-2 എന്നുള്ള സ്കോറിലേക്ക് 34-ാമത്തെ മിനിറ്റിൽ ബാഴ്സ എത്തുകയും ചെയ്തു. പിന്നീട് റയലിന് 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല.
ഹാഫ് ടൈം ആവുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു ഡിഫൻസീവ് മിസ്റ്റേക്ക് റയലിന്റെ സൈഡിൽ നിന്ന് വരികയാണ്. ഇവിടെ വാസ്കസ് ഡിഫൻസിൽ റിസീവ് ചെയ്തിട്ടുള്ള ഒരു പന്ത് പുള്ളി ബാക്ക് പാസ് കൊടുക്കാനായിട്ട് മുമ്പോട്ട് പോയതാണോ അല്ലെങ്കിൽ അവിടെ പ്രഷറിലായി റഫീനയ്ക്ക് ബോൾ ലൂസ് ചെയ്യുന്നു. റഫീന ഒരു ടച്ച് എടുത്തുകൊണ്ട് ടോറസിലേക്ക് ഈ പന്ത് എത്തിക്കുകയാണ്. ഫെറാൻ ടോറസ് തിരിച്ചിട്ട് ഈ പന്ത് റഫീനയ്ക്ക് കൊടുത്തു. റഫീനയ്ക്ക് വളരെ കൃത്യമായിട്ട് ഓപ്പൺ പോസ്റ്റിലേക്ക് ടാപ്പിൻ ചെയ്യാനുള്ള ചാൻസ് ആണ്. പുള്ളി അത് കൺവേർട്ട് ചെയ്തു. അങ്ങനെ 2-0 പിറകിലുള്ള ബാഴ്സലോണ ഹാഫ് ടൈം ആകുമ്പോഴത്തേക്ക് 4-2 എന്നുള്ള ലീഡിലേക്ക് തിരിച്ചു വരികയാണ്. ഡിഫെൻസീവ് മിസ്റ്റേക്കുകളാണ് റയലിന്റെ സൈഡിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഫെറാൻ ടോറസ് കൊടുത്തിട്ടുള്ള ത്രൂ ബോള്, ബ്രില്യൻ്റ് ആയിട്ടുള്ള റണ്ണ് ബാഴ്സയുടെ സൈഡിൽ നിന്ന് വന്നു. പക്ഷേ ഓഫ് സൈഡ് അത് കാരണം ആ ബോൾ ചോപ്പൺ ചെയ്തു. റയൽ ഇവിടെ സ്കോർ ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി എംബാപ്പെ ഓഫ് സൈഡ് ആയിരുന്നു, അതുകൊണ്ട് ആ ബോൾ ചോപ്പൺ ചെയ്യുന്നു. രണ്ട് സൈഡിലും ഓഫ് സൈഡ് ഗോളുകൾ വന്നു. എന്നാൽ 70-ാം മിനിറ്റിൽ ബാഴ്സ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യാൻ വേണ്ടി എംബാപ്പയ്ക്ക് കഴിഞ്ഞു. വിനീഷ്യസ് ജൂനിയറിന്റെയും എംബാപ്പയുടെയും റണ്ണ് കൃത്യമായിട്ട് എംബാപ്പയിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കാൻ വിനീഷ്യസ് ജൂനിയറിന് കഴിയുകയും ചെയ്തു. അങ്ങനെ പുള്ളിയുടെ ഒരു ടാപ്പിന് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അടിപൊളി ഷോട്ട്. അങ്ങനെ 70-ാം മിനിറ്റിൽ 4-3 റയൽ കളിയിലേക്ക് തിരിച്ചു വരികയാണ്. ഇതിനുശേഷം നമ്മൾ കണ്ടത് 2 ഹാൻഡ് ബോൾ ഷോട്ടുകളാണ്. ഇരു സൈഡിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബാഴ്സയുടെ ഒരു ഷോട്ട് ചൗമിനിയുടെ കൈ തട്ടി ഡിഫ്ലക്റ്റ് ആവുന്നു. വളരെ ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ടുള്ള ഒരു ഷോട്ടാണ്. ഇത് നാച്ചുറൽ പൊസിഷനിലാണോ ചൗമിനിയുടെ കൈ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേന്ന് പറയേണ്ടി വരും. കാരണം പുള്ളി ഒരു ഹൈ എൻഡിലൊന്നും കൈ വെച്ചിട്ടില്ല. പിന്നെ വളരെ ക്ലോസ് റേഞ്ച് വെച്ചുള്ള ഷോട്ടാണ്. അത് മൂവ് ചെയ്യാൻ ചൗമിനിക്ക് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീടാണ് നമ്മൾ ലോപ്പസിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോള് എക്സ്ട്രാ ടൈമിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ 5-3 ബാഴ്സ എത്തി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഷോട്ടായിരുന്നു. പക്ഷേ അവിടെയും സെറ്റപ്പിൽ ലോപ്പസിന്റെ കൈ തട്ടിയിട്ട് ഡിഫ്ലക്റ്റ് ആയിട്ടാണ് പന്ത് വന്നത്. അതിനുശേഷം ഒരു 3-4 ടച്ച് എടുത്ത് 2 പേരെ ഡ്രിബിൾ ചെയ്തിട്ടാണ് പുള്ളി ഈ ഷോട്ട് എടുക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ടായിരുന്നു. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 4-3 എന്നുള്ള സ്കോറോടെ ബാഴ്സലോണ വിജയിക്കുകയും ചെയ്തു. എംബാപ്പെ ഹാട്രിക് ഒക്കെ അടിച്ചു. പക്ഷേ ബാഴ്സയുടെ വിജയത്തിൽ ഹാട്രിക് മുങ്ങിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മാച്ച് കൂടി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഴ്സക്ക് ലലിഗ കിരീടം സ്വന്തമാക്കാൻ പറ്റും. ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.